പലരും ചെറുപയർ പല രീതിയിലാണ് കഴിക്കാറുള്ളത് അല്ലേ. ഇപ്പോൾ ചിലർ തോരനാക്കിയിട്ട് കഴിക്കും, മറ്റു ചിലർ സ്പ്രൗട്ട്സ് ആക്കിയിട്ട് സാലഡിലൊക്കെ യൂസ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ ചെറുപയർ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കറിയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടുതൽ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വേണ്ടത് ഇതൊക്കെയാണ്. പച്ചമുളക് ഞാൻ 2 നല്ല എരിവുള്ള വലിപ്പമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് മുരിങ്ങക്കായാണ്. ഞാനൊരു ചെറിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതൊരു നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്, അതായത് സവോള. ഞാനൊരു ചെറിയ സവോളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നമുക്കിത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ചെറുപയറാണ്. ഞാൻ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും 1 കപ്പിൽ കുറച്ചധികം എടുത്തിട്ടുണ്ട്. എനിക്ക് സ്പ്രൗട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് പിന്നീട് ഞാനവിടെ മാറ്റി വയ്ക്കും. നിങ്ങൾ 1 കപ്പ് എടുത്തോളൂ, അതിനുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് തലേ ദിവസം കുതിർത്ത പയറാണ്. ഏകദേശം ഒരു 8 മണിക്കൂറിന് മുകളിലായി കുതിർത്തതാണ്. അപ്പം അത് വേണം. പിന്നെ വേണ്ടത് അരപ്പിന് ആവശ്യമുള്ള തേങ്ങയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2-2.5 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കപ്പ് മെഷർമെൻറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ വേണം. ഇതിൽ അരക്കാൻ ആവശ്യത്തിന് ജീരകം വേണം. ഏകദേശം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ജീരകം ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പക്ഷെ ഞാനിത് അരപ്പിൻ്റെ കൂടെയാണ് അരച്ചെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തേങ്ങ അവിടെ ഇവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല വെണ്ണ പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒതുക്കുന്ന തേങ്ങ ഒതുക്കാറില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ അരയണം. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 4-5 പിടി കയ്യിൽ ചെറുപയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ചവിടെ ബാക്കി വയ്ക്കുകയാണ് സ്പ്രൗട്ട്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ 1 കപ്പിന് ഫുള്ളായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. കുക്കറിൽ നമ്മൾ ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മുരിങ്ങക്കായ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഒഴിവാക്കാം വേണ്ടാന്നുണ്ടെങ്കിൽ. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ കൂടെ അരച്ചിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇരിക്കുന്തോറും കട്ടിയാവുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് അത്യാവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിന് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതിയാവും. അപ്പോൾ കറക്റ്റായിരിക്കും. ഇതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചിട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ വേവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് വേവ് മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ വെന്ത് ഉടഞ്ഞങ്ങ് കുഴഞ്ഞു പോകും. അപ്പം അങ്ങനെയാണ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചെറുപയറും മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി ഇരിക്കുന്നതോറും കുറുകി വരുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വിളമ്പുന്നൊക്കെ സമയത്ത് ഭയങ്കരമായിട്ട് ഒന്ന് കുറുകി കട്ടിയായി പോവും. അപ്പം ആവശ്യത്തിന് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ നിൽക്കേണ്ട, അതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും. കാരണം ചിലപ്പോൾ പയർ വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ് പിന്നീട് ഉപ്പ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്, അപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ എരിവൊന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതായത് ഈ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിക്കണം.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം ഇതൊക്കെ വെന്ത് വരുന്ന സമയത്ത് അതങ്ങ് കുറുകി പോവും. നമ്മൾ വിളമ്പുന്ന സമയത്തൊക്കെ നന്നായിട്ട് കട്ടിയായി പോകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിന് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിൽ നിന്ന് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് നമ്മൾ വിളമ്പുന്നതൊക്കെ സമയത്ത് കറക്റ്റായിരിക്കും. നിങ്ങൾ ഉടനെ തന്നെ വിളമ്പാൻ പോവുകയാണെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. നമ്മൾ പിന്നീട് ഉണ്ടാക്കിയിട്ട് പിന്നീടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെള്ളം കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പയർ കറി നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് താളിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിനകത്ത് ഏകദേശം ഒരു 3 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഒരു നാടൻ കറിയാകുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉണക്കമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പിടി കറിവേപ്പില കൂടി ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ്. അപ്പോൾ ചെറിയുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തവർക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ കളർ വരണം. അതാ നോക്കിക്കേ, ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ് ഇവിടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചെറുപയർ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കൂടുതലും ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ടേസ്റ്റ്. അപ്പോൾ പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പാകത്തിലുള്ള ഒരു പയറുകറി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് തേങ്ങ ഇല്ലാത്ത ഒരു കറി ഞാൻ പിന്നീട് ചെയ്യാം. ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.